സാധനങ്ങളെ ഒന്ന് അടുത്തിരുന്നോളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ورب زدنا علما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. أيها الإخوة أوصيكم وإياي بتقوى الله. ആദരണീയരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് തഖ്വയുള്ളവരായി മരണം വരെ ജീവിക്കണേ, മുസ്ലിമായി മരിക്കണേ എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. മരണം വരെ തഖ്വ കാത്ത് സൂക്ഷിച്ച് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീക്ക് നൽകി നമ്മയും കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനിൽ ഒരു വർഷവും കൂടെ ജീവിക്കാൻ അവസരം ലഭിച്ച നമ്മൾ 1477 ഹിജ്റ വർഷത്തെ റമദാനിൻ്റെ ഒരാഴ്ച പിന്നിടുകയാണ്. കുറേയധികം സൗകര്യങ്ങളും അതോടൊപ്പം വലിയ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ച ആളുകളാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ടു എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം പറയാം, ബഷറനി ജിബ്രീൽ എൻ്റെ അടുത്ത് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. മൻ മാത മിൻ ഉമ്മതിക് വലം യുശ്രിക് ബില്ലാഹി ഷൈഅ ദഖലൽ ജന്ന. താങ്കളുടെ ഉമ്മത്തിൽ ജീവിച്ച താങ്കളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ ഷിർക്ക് ചെയ്യാതെ മരിച്ചു പോയാൽ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഉമ്മത്ത് മുഹമ്മദിന് ലഭിച്ച വലിയ അനുഗ്രഹം. ഷിർക്ക് ചെയ്യാതെ മരിച്ചാൽ സ്വർഗത്തിൽ കിടക്കാം. അങ്ങനെയാണെങ്കിൽ ഉമ്മത്ത് മുഹമ്മദിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ടെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രാധാന്യമുള്ള വ്യക്തിത്വമായിരിക്കും. സഹോദരങ്ങളെ, തുടക്കത്തിലൊരു കാര്യം പറയണം. നമ്മൾ ചർച്ച ചെയ്യുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മിമ്പറിൽ വെച്ച് 3 പ്രാവശ്യം ആമീൻ പറഞ്ഞപ്പോൾ അസാധാരണമായ റസൂലുള്ളാഹിൻ്റെ ആമീൻ സ്വഹാബത്ത് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടിയുണ്ട്. ആ മറുപടി അതിലൊന്ന്, എൻ്റെ പേര് പറയപ്പെട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റഗിമ അൻഫ് ഇംറിഇൻ ദുഖിറത് ഇൻദഹു ഫലം യുസല്ലി അലൈക്. പ്രവാചകരെ, അങ്ങയുടെ പേര് പറയപ്പെട്ട അത് കേട്ട ഒരാൾ അങ്ങയുടെ പേരിൽ സലാത്ത് പറയുന്നില്ലെങ്കിൽ അവർ നശിച്ചു പോകട്ടെ എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നാം അനക്ക് സ്വലാത്ത് പറയാൻ കഴിയാതെ പോയാൽ നമ്മൾ ഈ റമദാനിൻ്റെ വലിയ നഷ്ടത്തിലേക്ക് പോകും.
അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെവിടെ വെച്ച് കേട്ടാലും നാവ് ഇളക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ നമുക്ക് കഴിയണം എന്ന് തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുക. ആരാ മുഹമ്മദ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പരിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് എന്ന് 4 പ്രാവശ്യം, അഹ്മദ് എന്നൊരു പ്രാവശ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇംറാനിൻ്റെ 144 വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ. മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനല്ലാതെയല്ല, അദ്ദേഹത്തിൻ്റെ മുമ്പും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളിലൊരാളുടെയും നിങ്ങളിലൊരു പുരുഷൻ്റെയും പിതാവല്ല, പക്ഷേ അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, അന്ത്യപ്രവാചകനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രവാചകനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും. പരസ്പരം സ്നേഹിക്കുന്ന ശത്രുക്കളായ കുഫാറുകളോട് കഠിനമായി ശക്തമായി വിരോധമുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്തോഷ വാർത്തയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അന ദുആഇ അബി ഇബ്രാഹിം വതബ്ശീരി അഖി ഈസ. ഈസാ നബി അലൈഹി സ്വലാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് വമുബശ്ശിറൻ ബിറസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. എൻ്റെ ശേഷം വരാനിരിക്കുന്ന ഒരു പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ പേര് അഹ്മദ് എന്നാണ്, അദ്ദേഹത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനാക്കിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകനാക്കിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകളോട് ഏറെ സ്നേഹമുള്ളവനാക്കിയ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്തോഷ വാർത്ത അറിയിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എല്ലാ ക്ലാസ്സിലും കേൾക്കാറുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു അധ്യാപനത്തെക്കുറിച്ച്, ഒരു വിഷയത്തെക്കുറിച്ച്. എന്നാൽ ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തിലാണ് റസൂലുള്ളാഹിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ ആരാണ്? അദ്ദേഹത്തെക്കുറിച്ച് അല്ലാഹ് ചെയ്തൊരു ഷഹാദ ഉണ്ട്, അല്ലാഹ് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്ര ലോകത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയാം, വന്നജ്മി ഇദാ ഹവാ. നക്ഷത്രത്തെ പിടിച്ച് സത്യം ചെയ്ത റബ്ബ് പറയുന്നത്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും സ്വന്തം ഇഷ്ടത്തിൽ ദീനിൻ്റെ കാര്യം പറയേയില്ല, വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയുള്ളൂ. മറ്റൊരാൾക്കും ലഭിക്കാത്ത ഒരു വല്ലാത്ത പ്രത്യേകത. അദ്ദേഹം സാധാരണ മനുഷ്യനല്ല, നമ്മളെപ്പോലുള്ള മനുഷ്യരാണ്. കൈകാലുകളുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, ദാഹിച്ചാൽ വെള്ളം കുടിക്കും, വിശന്നാൽ ഭക്ഷണം കഴിക്കും. അദ്ദേഹം വിവാഹം ചെയ്തിട്ടുണ്ട്, കിടന്നുറങ്ങിയിട്ടുണ്ട്, മുറിവ് പറ്റിയിട്ടുണ്ട്, ക്ഷീണം വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന അഷ്റഫുൽ ഖൽഖാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു എന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതാണ്, അള്ളാഹു ഇവരിൽ നിന്നൊരു പ്രവാചകനെ നിയോഗിക്കണം, അവർക്ക് നിൻ്റെ കിതാബ് ഓതി കൊടുക്കുന്ന,
നിൻ്റെ ദീന് പഠിപ്പിക്കുന്ന, നിന്നെ സംസ്കരിക്കുന്ന ഒരു പ്രവാചകൻ. അപ്പം നമ്മെ പഠിപ്പിക്കാൻ, നമുക്ക് അള്ളാഹുവിൻ്റെ കിതാബ് പഠിപ്പിച്ചു തരാൻ, ഇൽമ പഠിപ്പിച്ചു തരാൻ, അറിവ് പഠിപ്പിച്ചു തരാൻ, നമ്മെ സംസ്കരിക്കാൻ അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഒരു പ്രവാചകൻ അല്ലേ. പ്രവാചകൻ്റെ പ്രത്യേകതയാണ് അദ്ദേഹം നിരക്ഷരനാണ്. നിരക്ഷരൻ എന്ന് പറഞ്ഞാൽ അക്ഷരം പഠിക്കാൻ കഴിയാതിരുന്നതല്ല, അള്ളാഹു പഠിപ്പിക്കാതിരുന്നതാണ്. എന്തിന്? അദ്ദേഹം കൊണ്ടുവരുന്ന മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം പഠിച്ചെടുത്ത ഭാഷയിലെ അക്ഷരങ്ങളിൽ വേറെ എവിടെയെങ്കിലും പോയി ഇരുന്ന് വായിച്ചു പഠിച്ച് വന്ന് നമ്മളോട് പറയാതിരിക്കാൻ, അല്ല അങ്ങനെ പറഞ്ഞു എന്ന് മറ്റൊരാളും ആരോപിക്കാതിരിക്കാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെ എവിടെന്നെങ്കിലും ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചു വന്ന് പറയുന്നതാണ് നമ്മളോട് എന്നൊരാൾക്കും ആരോപിക്കാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പരിപൂർണമായ നിരക്ഷരനായി പരിശുദ്ധനായി വളർത്തി. പരിപൂർണമായി അള്ളാഹുവിൽ നിന്ന് കേൾക്കുന്നത് മാത്രം നമുക്ക് പറഞ്ഞു തരാൻ, അള്ളാഹിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മെ ദീന് പഠിപ്പിക്കാൻ, നമ്മുടെ ദീന് നമുക്ക് പൂർത്തീകരിച്ച് തരാൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച തെരഞ്ഞെടുത്ത മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനെ അള്ളാഹു അയച്ചത് ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ അല്ലേ. പ്രവാചകനെ അയച്ചത് സർവ്വ ലോകർക്കും സർവ്വ മനുഷ്യർക്കും ഷാഹിദായിട്ട്, സാക്ഷിയായിട്ടാണ്. അള്ളാഹുവിൻ്റെ സന്തോഷ വാർത്തകൾ നമ്മെ അറിയിക്കാനാണ്, താക്കീതുകൾ നൽകാനാണ്. റബ്ബിൻ്റെ സന്ദേശങ്ങളെ ഉൾക്കൊണ്ടില്ലെങ്കിൽ കത്തിയാളുന്ന നരകത്തിൻ്റെ അവകാശികളായി നമ്മൾ മാറിപ്പോകുമെന്ന താക്കീത് നമുക്ക് നൽകാൻ അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ 40 വയസ്സ് വരെ മക്കയിൽ ജീവിച്ചപ്പോൾ അവിടെ എല്ലാവർക്കും അള്ളാഹിൻ്റെ പ്രവാചകനെ ഇഷ്ടമായിരുന്നു. എല്ലാവരും അവരുടെ വീട്ടിൽ അവർ രഹസ്യമായി സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന അമാനത്തുകൾ സുരക്ഷിതമായി കൊണ്ടുപോയി കൊടുത്തിരുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല. നമുക്ക് അതിൻ്റെ ഒരു അത്ഭുതം അറിയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നൊരു ദിവസമുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അലി റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹിൻ്റെ വിരിപ്പിൽ കിടത്തിയിട്ട് അലിയോട് കൊടുക്കുന്ന ചില ഉപദേശങ്ങളിലൊന്ന് കാണാം. ചുറ്റുഭാഗത്ത് റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി വാളോങ്ങി നിൽക്കുന്ന ആളുകളിൽ പോലും റസൂലുള്ളാഹിൻ്റെ കയ്യിൽ അമാനത്തേൽപ്പിച്ചവരുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ നിന്ന് പോയാൽ നീ അവരുടെ അമാനത്തുകൾ തിരിച്ചു കൊടുക്കണം. അവർക്ക് അത്ര വിശ്വാസമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ വിളിച്ചിരുന്നത് അൽ അമീൻ എന്ന. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനങ്ങൾ അവരെല്ലാ കാര്യത്തിലും അംഗീകരിച്ചിരുന്നു. കഅബയുടെ പുതുക്കി പണിയലിൽ ഹജറുൽ അസ്വദ് സ്ഥാപിക്കുന്നത് എവിടെയാകണം, ആരാകണം എന്ന തർക്കത്തിന് പരിഹാരം കാണാൻ അവർ മധ്യസ്ഥനായി സ്വീകരിച്ചത് മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ 40 വയസ്സ് തികഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ കലുഷിതമായ അന്തരീക്ഷത്തിൽ അല്ലാത്തവരെ ആരാധിക്കപ്പെടുന്ന എല്ലാ നീചവൃത്തികളും നടക്കുന്ന ആ മക്കയിൽ നിന്ന്, ഹറമിൻ്റെ പരിസരത്ത് നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനൊന്ന് മാറിയിരുന്നു. 2000 അടി ഉയരത്തിലുള്ള ആ ജബലുന്നൂറിലെ ഗുഹയിൽ, ഹിറാ ഗുഹയിൽ ഒരു റമദാനിൻ്റെ രാത്രിയിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങിയ പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിന് ശേഷം ഫഅൻദിർ അശീറതക്കൽ അഖ്റബീൻ, താങ്കളുടെ അടുത്ത കുടുംബക്കാർക്ക് താങ്കൾ താക്കീത് നൽകണമെന്ന കൽപ്പനയുടെ ഫലമായി ആളുകളെ വിളിച്ചുകൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ചില വാക്കുകളുണ്ട് സഹോദരങ്ങളെ. റസൂലുള്ള പറയാ, യാ ബനി ഹാഷിം, ഹാഷിം കുടുംബമേ, അഥവാ എൻ്റെ ഉപ്പാപ്പാൻ്റെ മക്കളെ, അങ്കിദൂ അൻഫുസകും മിനന്നാർ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കണേ. യാ ബനി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളെ, അങ്കിദൂ അൻഫുസകും മിനന്നാർ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ഫാത്തിമ, ഫാത്തിമാൻ അള്ളാഹിൻ്റെ റസൂൽ വിളിച്ചത് കെബദി, എൻ്റെ കരളിൻ്റെ കഷ്ണമേ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു. ബിന്ത മുഹമ്മദ്,
മുഹമ്മദിൻ്റെ മോളെ അങ്കീതി നഫ്സിക്ക് മിനന്നാർ, നീ നിൻ്റെ സ്വന്തത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. സലീമിമാലിയും ആക്ഷിട്ടും, എൻ്റെ സമ്പത്തിൽ നിന്ന് നിനക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, പക്ഷേ നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാട്ടുകാരുടെ ശത്രുവായി, അളാപ്പാക്ക് ഇഷ്ടമില്ലാത്ത ആളായി. അയൽവാസിയായ കുടുംബക്കാരനായ അബൂജഹലിന് ഏറ്റവും വലിയ അസൂയ വന്നു. എന്താ കാരണം? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞ ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ അവർക്കത് ഇഷ്ടമായില്ല. ആ പ്രവാചകനോട് നമുക്ക് ചില ബാധ്യതകളുണ്ട് സഹോദരങ്ങളെ. നമ്മ ജീവനക്കാൽ സ്നേഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് യാ ഉമ്മത്തി യാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത് എൻ്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് അയക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനോട് ജിബ്രീൽ ചോദിക്കുന്നുണ്ട്, എന്താ അങ്ങയുടെ കാര്യം? എൻ്റെ ഉമ്മത്തിനെക്കുറിച്ചാണ്, എൻ്റെ ഉമ്മത്തിനെക്കുറിച്ച്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നുണ്ട്, താങ്കളുടെ ഉമ്മത്തിനെക്കുറിച്ച് താങ്കൾക്ക് നാളെ തൃപ്തിപ്പെടാം. വലസൗഫ യുഅ്തീക ഫതർദാ, താങ്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും, സംതൃപ്തി നൽകും പ്രവാചകരെ അങ്ങയുടെ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹിക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മെ സ്നേഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തോട് നമ്മുടെ ബാധ്യത അല്ലാഹു പറഞ്ഞതെന്താ? ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി, അള്ളാഹിൻ്റെ പ്രവാചകരിലും അള്ളാഹുവിലും നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കണം. എന്താണോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൊണ്ടുവന്ന് തരുന്നത്, വമാ അതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു, അള്ളാഹിൻ്റെ പ്രവാചകൻ എന്ത് കൊണ്ടുവന്ന് തന്നാലും അത് അങ്ങനെ തന്നെ സ്വീകരിക്കുക, ഒരു സംശയമില്ലാതെ. റസൂലുള്ളാഹിയിൽ നിന്നുള്ള സ്വഹീഹായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന മുഴുവൻ കാര്യങ്ങൾ സന്തോഷത്തോടുകൂടെ മനസ്സംതൃപ്തിയോടുകൂടെ സ്വീകരിക്കുക എന്നതാണ് നമ്മുടെ അള്ളാഹിൻ്റെ പ്രവാചകനോട് ഒന്നാമത് നമ്മുടെ ബാധ്യത. രണ്ടാമത്, അദ്ദേഹം എന്ത് നമ്മിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞോ അത് സന്തോഷത്തോടെ സംതൃപ്തിയോടുകൂടെ ഒഴിവാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സഹബാക്കളുടെ ചരിത്രങ്ങൾ നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജീവിച്ച അബൂ സലമയുടെ മക്കളിൽ ഒരു കുഞ്ഞായിരുന്നു മഹാനായ ഉമർ ഇബ്നു അബീ സലമ. ചെറിയ കുട്ടി, ആ ചെറിയ കുഞ്ഞ് റസൂലുള്ളാഹിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുക, 3 വയസ്സോ അതിൽ കുറവോ പ്രായമുള്ള സമയത്ത്. ആ കുട്ടി, ചെറിയ കുട്ടികൾ നമുക്കറിയാം, ഭക്ഷണം കണ്ടാൽ വിശക്കുന്ന കുട്ടികൾ, അനാഥ കുട്ടികൾ, നന്നായി വിശക്കുന്ന മക്കൾ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കാണുമ്പോൾ അതിലേക്ക് കൈ നീണ്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞിനോട് പറഞ്ഞു, മോനെ സമ്മില്ല, മോനെ ബിസ്മില്ല പറയണം, മോനെ കുല്ലി ബിയമീനിക്, മോൻ്റെ വലത്ത് കൈ കൊണ്ട് തിന്നണം. വമിമ്മ യലീക്, മോൻ്റെ അടുത്തുള്ളടുത്തുനിന്ന്, മോൻ്റെ തൊട്ടടുത്ത് നിന്ന് തിന്നണം. അല്ലേ, ഒന്നിച്ച് ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന് കഴിക്കണം. വയസ്സ് 100ഓടടുത്ത സമയത്ത് മഹാനായ ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു തആല അൻഹു പറയാ, അന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ആ അറിവ് അത് ഞാൻ ഇന്നും തെറ്റിക്കാതെ, എൻ്റെ വലത് കൈ കൊണ്ട് മാത്രമേ ഞാൻ പിന്നീട് ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ, വലത് കൈ കൊണ്ട് മാത്രമേ ഞാൻ വെള്ളം കുടിച്ചിട്ടുള്ളൂ, ഞാൻ ബിസ്മില്ല പറയാതെ ഒരിറക്ക് വെള്ളം കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ജീവിതത്തിലുടനീളം പാലിക്കാൻ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല റസൂലുള്ളാഹി വളർത്തിയതാണ്. റസൂലുള്ളാഹിൻ്റെ മകളുടെ ഭർത്താവാണ്. അവരുടെ വീട്ടിൽ ഫാത്തിമാക്ക് മറ്റു വീടുകളിൽ പോയി അധ്വാനിച്ച് റൊട്ടിക്ക് വേണ്ടി പണിയെടുത്ത് കൈകൾ നീര് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കുറേ ഗനീമത്തിൻ്റെ സ്വത്തുക്കളായി കുറേ അടിമകളെ ലഭിച്ചിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ ഒരാളെ കിട്ടിയാൽ നമുക്കൊരു സഹായമാകുമല്ലോ എന്ന് പറഞ്ഞ് ഫാത്തിമാൻ അലിയാർ അങ്ങോട്ട് അയക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്ന് പറയുന്നത് അതിനേക്കാളും നല്ലത് രാത്രിയിൽ ഉറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, അങ്ങനെ പറഞ്ഞാൽ അതാണ് നിങ്ങൾക്ക് അടിമകളെ കിട്ടുന്നതിനേക്കാൾ, സർവന്റിനെ കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഗുണകരമെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അന്നു മുതൽ അലി റളിയല്ലാഹു തആല അൻഹു പറയാ, അദ്ദേഹം ഖലീഫയായിരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഈ ദിക്റുകൾ പറയാതെ ഉറങ്ങിയിട്ടില്ല. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു കൊടുത്തപ്പോൾ അത് ജീവിതത്തിൽ വിട്ടുപോകാതെ പാലിച്ച അലിയോട് ആളുകൾ ചോദിച്ചു, സിഫീൻ യുദ്ധത്തിൻ്റെ തലേ ദിവസം അങ്ങ് ഇത് പറഞ്ഞിരുന്നു? ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇല്ലാതെ ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല.
അപ്പോൾ അള്ളാഹിൻ്റെ പ്രവാചകനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെന്ന് നമ്മളെ പഠിപ്പിക്കപ്പെട്ടാൽ അത് ജീവിതത്തിൽ കൈവിടാതെ കൊണ്ടു നടക്കുക എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ബാധ്യത. അതാണ് അള്ളാഹു പറഞ്ഞത്, വതുഅസ്സിറൂഹു വതുവക്കിറൂഹു, അദ്ദേഹത്തെ ശക്തിപ്പെടുത്താൻ, അദ്ദേഹത്തെ ആദരിക്കാൻ. അതിനാ അള്ളാഹിൻ്റെ പ്രവാചകനെ അള്ളാഹു നമുക്ക് അയച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഉസ്വത്തുൻ ഹസനയ, നമ്മുടെ എല്ലാ കാര്യത്തിനും അള്ളാഹിൻ്റെ റസൂലിന് മാതൃകയുണ്ട്. നമ്മുടെ വസ്ത്രധാരണത്തിൽ, നമ്മുടെ വ്യവഹാരങ്ങളിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മൾ ആരാണെങ്കിലും ഇതൊക്കെ അള്ളാഹിൻ്റെ പ്രവാചകൻ്റെ മാതൃകയുണ്ട്. അപ്പോൾ അള്ളാഹിൻ്റെ പ്രവാചകൻ ആരാണെന്ന് പഠിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ ഈ പ്രവർത്തനത്തിൽ എന്താണ് റസൂലുള്ളാഹിൻ്റെ കൽപ്പനയെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ എൻ്റെ ഓരോ കർമ്മങ്ങളിലും അള്ളാഹിൻ്റെ പ്രവാചകൻ്റെ തൃപ്തിയുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുമ്പോഴാണ് രാവിലെയും വൈകുന്നേരമൊക്കെ ഉള്ള ദിക്റിൽ റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യം റസൂല എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയാം. അള്ളാഹുവിനെ തൃപ്തിപ്പെടാൻ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ തൃപ്തിപ്പെടാൻ, ദീനിനെ, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടാൻ. അങ്ങനെ കഴിയുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ അടുക്കൽ അള്ളാഹിൻ്റെ മലക്കുകൾ വരും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലത്തി കുൻതും തുഅദൂൻ. പേടിക്കണ്ട, വ്യസനിക്കണ്ട, അള്ളാഹിൻ്റെ സ്വർഗത്തിലേക്ക് പോവാം, ഇതാ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗ്ഗം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിൻ്റെ സമയത്ത് നമ്മുടെ അടുക്കൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ വരാൻ നാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംതൃപ്തി അഥവാ പ്രവാചകന് തൃപ്തിപ്പെട്ട അമലുകളാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രവാചകൻ്റെ കൽപ്പനകളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാക്കി നമ്മൾ മാറ്റേണ്ടതുണ്ട്. അത് നമ്മുടെ വസ്ത്രധാരണത്തിലാകണം, നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിലാകണം, നമ്മുടെ കുടുംബ വ്യവഹാരങ്ങളിലാകണം, നമ്മുടെ കച്ചവടങ്ങളിലുണ്ടാകണം, നമ്മുടെ ഭക്ഷണം കഴിക്കുന്നിടത്തുണ്ടാകണം. നമ്മുടെ മുഖത്ത് നോക്കിയാൽ നമ്മൾ അള്ളാഹിൻ്റെ പ്രവാചകനെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹിയെ ഞാൻ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തബി സുന്നകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകനെ പരിപൂർണമായ ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ റസൂലുള്ളാഹിയെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന മുഹിബ്ബീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും കുടുംബത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.